ഹായ് റാഫി. ഹായ്. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താ? ഫിസിക്കൽ കറൻസിയെ കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താണ്? അത് പണം, സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഉപയോഗിക്കുന്ന മീഡിയം. അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കുക മാത്രമാണ് ക്രിപ്റ്റോ കറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ലേ? ഉണ്ട്. ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. സാധാരണ കറൻസി കൺട്രോൾ ചെയ്യുന്നത് ബാങ്ക്സും ഗവൺമെൻറ്റ്സും ചേർന്നാണ്. എന്നാൽ ക്രിപ്റ്റോ കറൻസി കൺട്രോൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന ടെക്നോളജിയാണ്. കൂടാതെ ഫിസിക്കൽ കറൻസീസ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ക്രിപ്റ്റോ കറൻസീസ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഫിസിക്കൽ കറൻസിയുടെ വാല്യൂ നിശ്ചയിക്കുന്നത് മാർക്കറ്റ് റെഗുലേഷൻസ് ആണ്. ക്രിപ്റ്റോ കറൻസീസിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് സപ്ലൈയും ഡിമാൻഡും ആണ്. അപ്പോൾ കുറച്ച് ക്രിപ്റ്റോ കറൻസി വാങ്ങി വെക്കുന്നതിനെ കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താ? ക്രിപ്റ്റോ ഉപയോഗിച്ച് നീ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നിനക്ക് വാങ്ങി വെക്കാം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? അതായത് നീ ക്രിപ്റ്റോ കറൻസീസ് ഉപയോഗിച്ച് വിൽക്കൽ വാങ്ങൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് മേടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റോക്സ് വാങ്ങി വെക്കുന്നത് പോലെ കുറച്ച് വാങ്ങി ഹോൾഡ് ചെയ്ത് വെച്ചൂടെ? ഭാവിയിൽ വില കൂടാനുള്ള സാധ്യതയല്ലേ? അതൊരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം നമ്മുടെ രാജ്യം ഇതുവരെ ക്രിപ്റ്റോയെ ഒരു ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. കൂടാതെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസീസ് എല്ലാം തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിനാൽ തന്നെ വാങ്ങി ഹോൾഡ് ചെയ്ത് വെക്കാൻ കുറച്ചധികം പൈസ ചിലവാകും. ഞാൻ ഉദ്ദേശിച്ചത് ബിറ്റ് കോയിൻ പോലുള്ള എക്സ്പെൻസീവ് കറൻസീസ് ഹോൾഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതോ ഒരു കോയിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. 1000 രൂപക്ക് 100 കോയിൻ കിട്ടുന്ന പറഞ്ഞത്. പക്ഷെ മിനിമം 50,000 രൂപയുടെ കോയിനെങ്കിലും വാങ്ങണം. ബെസ്റ്റ്. നീ വാർത്തകളൊന്നും കാണും കേൾക്കും ചെയ്യുന്നില്ല. അവനൊക്കെ നല്ല വിശ്വാസം. അവൻ പറഞ്ഞതേ ഭാവിയിൽ ഈ കോയിന് $1 വില വരുന്നതാണ്. അങ്ങനെ $1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടില്ലേ? ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഇത്തരത്തിലുള്ള കോയിൻ തട്ടിപ്പുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത്തരം തട്ടിപ്പുകൾ വീണ്ടും വീണ്ടും നടക്കുന്നതിന് കാരണം തട്ടിപ്പുകാർ MLM മാർക്കറ്റിംഗ് പോലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരം കോയിൻസ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിനാൽ തന്നെ ഇതിൽ പെട്ടുപോയിട്ടുള്ള നിന്റെ സുഹൃത്തിനെ പോലുള്ളവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് തിരിച്ചു കിട്ടാൻ അതിലേക്ക് വീണ്ടും കൂടുതൽ ആളുകളെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. ഒരു പക്ഷേ ഇത് തട്ടിപ്പല്ല, ഒരു റിയൽ ക്രിപ്റ്റോ കോയിൻ തന്നെയാണെങ്കിൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ? ആ ക്വസ്റ്റ്യൻ റെലവെന്റ് ആണ്. ഞാൻ മറുപടിയിലേക്ക് തിരിച്ചു വരാം. അതിനുമുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം ഇന്നത്തെ റേറ്റ് വെച്ച് $12 അല്ലെങ്കിൽ 3.5 കുവൈറ്റ് ദിനാർ, അതുമല്ലെങ്കിൽ 5 ലക്ഷത്തോളം ഇറാനിയൻ റിയാൽ, അതുമല്ലെങ്കിൽ 1,90,000 ഇന്തോനേഷ്യൻ റുപ്പിയ, ഇതിലേതിലൊന്നും വാങ്ങാൻ സാധിക്കും. ഈ പറഞ്ഞ കറൻസീസിൽ നീ നിൻ്റെ 1000 രൂപ കൊടുത്ത് ഏത് കറൻസിയാണ് വാങ്ങുക? $12 അല്ലെങ്കിൽ 3.5 കുവൈറ്റ് ദിനാർ? എന്തുകൊണ്ട് നീ 5 ലക്ഷം ഇറാനിയൻ റിയാൽ അല്ലെങ്കിൽ 1,90,000 ഇന്തോനേഷ്യൻ റുപ്പിയ ചൂസ് ചെയ്തില്ല? ഭാവിയിൽ അതിൻ്റെ വാല്യൂ കൂടാനുള്ള സാധ്യതയില്ലേ? ഇല്ല, ഈ രണ്ട് കറൻസികൾക്കും ഇൻഫ്ലേഷൻ ഒരുപാട് കൂടുതലാണ്. അതിനാൽ തന്നെ ഈ രണ്ട് കറൻസികളുടെയും വാല്യൂ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അത് തന്നെയല്ല നീ ഈ വില കുറഞ്ഞ ക്രിപ്റ്റോ കറൻസി വാങ്ങുമ്പോൾ ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായി. താങ്ക്സിന് പകരം ഈ ഇൻഫർമേഷൻ നീ നിൻ്റെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വോൾഫ്സ് ആൻഡ് ബൂസ് എന്ന ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക.